നമസ്കാരം, മറ്റു മാറ്റിനിയിലേക്ക് സ്വാഗതം. എന്തായാലും ഇന്ന് പ്രണവ് മോഹൻലാലിൻ്റെ പിറന്നാളാണ്. അപ്പോൾ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ പ്രണവ് മോഹൻലാൽ. എന്തായാലും ഇപ്പോഴത്തെ ആശംസകൾ അറിയിച്ച് സിനിമാ ലോകത്തു നിന്ന് തന്നെ ഒത്തിരി ആളുകൾ വരുന്നുണ്ട്. വമ്പൻ താരനിര തന്നെ പ്രണവ് മോഹൻലാലിന് ആശംസകളുമായി എത്തിയിരിക്കുകയാണ്. അതുപോലെ മോഹൻലാലും വിസ്മയും ആശംസകളുമായി എത്തിയിരിക്കുകയാണ്. ജന്മദിന ആശംസകൾ എൻ്റെ പ്രിയപ്പെട്ട അപ്പു, ഈ വർഷവും നിന്നെ പോലെ തന്നെ സ്പെഷ്യൽ ആയിരിക്കട്ടെ. പ്രണവിൻ്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് മോഹൻലാൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു: ഹാപ്പി ബർത്ത്ഡേ ബ്രോസ്കി എന്നായിരുന്നു സഹോദരി വിസ്മയുടെ ആശംസ. ആരാധകരും സിനിമാ താരങ്ങളും അടക്കം നിരവധി പേരാണ് പ്രണവിന് പിറന്നാൾ ആശംസകളുമായി എത്തുന്നത്. അതേസമയം പിറന്നാൾ ദിനത്തിലും യാത്രയിലാണ് പ്രണവ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കർണാടകയിലെ ഹംപിയിൽ നിന്നുള്ള ചിത്രങ്ങൾ താരം പങ്കുവച്ചിരുന്നു. അതേസമയം സഞ്ചാരപ്രിയനായ താരപുത്രൻ എഴുത്തിൻ്റെ വഴിയിലേക്കും ചുവടുവെക്കാൻ ഒരുങ്ങുകയാണ്. ഒരു കവിതാ സമാഹാരത്തിൻ്റെ പണിപ്പുരയിലാണ് താനെന്നാണ് കഴിഞ്ഞ ദിവസം പ്രണവ് മോഹൻലാൽ ഇൻസ്റ്റഗ്രാമിൽ പേജിലൂടെ അറിയിച്ചത്. പുസ്തകത്തിൻ്റെ കവർ പേജിൻ്റെ സൂചന നൽകുന്ന ചിത്രത്തോടൊപ്പമാണ് കവിതകൾ സമാഹരിച്ച് പുസ്തകമാക്കുന്ന പണിയിലാണ് കാത്തിരിക്കൂ എന്ന് പ്രണവ് കുറിച്ചിരിക്കുന്നത്. ലൈക്ക് ഡിസേർട്ട് ഡ്യൂൺ എന്ന പേരും ചിത്രത്തിൽ കാണാം. അതുപോലെ പ്രണവ് മോഹൻലാലിൻ്റെ സഹോദരി വിസ്മയ നേരത്തെ തന്നെ ഒരു പുസ്തകം എഴുതിയിരുന്നു. ഗ്രെയിൻസ് ഓഫ് സ്റ്റാർ ഡസ്റ്റ് എന്നായിരുന്നു 2021 പുറത്തിറക്കിയ പുസ്തകം. ഒന്നാമൻ സിനിമയിൽ തുടങ്ങി വിനീത് ശ്രീനിവാസന്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ വരെ എത്തി നിൽക്കുകയാണ് പ്രണവ് മോഹൻലാലിന്റെ സിനിമാ കരിയർ. 2002 ഒന്നാമൻ എന്ന സിനിമയിലൂടെ ബാലതാരമായിട്ടായിരുന്നു പ്രണവിന്റെ സിനിമ അരങ്ങേറ്റം. 2018 ആദിയിലൂടെ നായകനായി അരങ്ങേറി. വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലെ അഭിനയം പ്രണവിനെ ഏറെ പ്രശംസ നേടിക്കൊടുത്തിരുന്നു. പുതിയ സിനിമാ വിശേഷം ഒന്നും പ്രണവ് പങ്കുവച്ചിട്ടില്ല. എന്തായാലും പ്രണവിൻ്റെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. ഏറെക്കുറെ മോഹൻലാലും ഏറെ ആഗ്രഹിച്ച ഒരു ജീവിതം തന്നെയാണ് പ്രണവ് നയിക്കുന്നത്. മോഹൻലാൽ പറയാതെ തന്നെ ഒത്തിരി സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം യാത്രകൾ എനിക്ക് കൂടുതൽ ഇഷ്ടമായിരുന്നു. അതൊക്കെ എൻ്റെ മോൻ ഇപ്പോൾ എൻ്റെ ആഗ്രഹത്തിലൂടെയാണ് എൻ്റെ മകൻ ഇപ്പോൾ സഞ്ചരിക്കുന്നതെന്ന് ഒരിക്കൽ മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പ്രണവ് അതേ യാത്രയിൽ തന്നെയാണ്. കാടുകളും മലകളും ഒക്കെ താണ്ടിയുള്ള അതേ ഒരു യാത്ര. ഈ യാത്ര തന്നെയാണ് തൻ്റെ പുസ്തകത്തിലൂടെ പുറത്തു കൊണ്ടുവരുന്നത് എന്ന ഒരു സംശയം തന്നെയാണ് ആരാധകർക്കുമുള്ളത്. എന്തായാലും പിറന്നാൾ ദിവസം തന്നെ എന്തെങ്കിലും ഒരു സർപ്രൈസ് പ്രണവ് ആരാധകർക്ക് വേണ്ടി പങ്കുവെക്കുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്തായാലും ഇതൊരു നല്ല ദിവസം തന്നെയായി മാറട്ടെ. ഇനി അങ്ങോട്ടും വളരെ നല്ല ദിവസങ്ങൾ തന്നെ, സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാനാകട്ടെ. നല്ല നല്ല സിനിമകൾ വരട്ടെ, നല്ലൊരു ജീവിതം ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും മെട്രോ മാറ്റിനിയുടെ വക എന്തായാലും ഒരു നല്ലൊരു പിറന്നാൾ ദിവസം തന്നെ ആശംസിക്കുകയാണ്. You are watching me You're watching me on You're watching me on me on metromatney.com. on metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.